തിരുനക്കര തേവരേ. തിരുനക്കര ദേവനും അവിടത്തെ കാളയും. തെക്കുംകൂർ രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നത് കോട്ടയം കേന്ദ്രമാക്കിയായിരുന്നു. തിരുനക്കരയ്ക്ക് ഒരു നാഴിക വടക്കുമാറി തളിയിൽ എന്ന സ്ഥലത്തായിരുന്നു അവരുടെ രാജധാനി. ഈ രാജകുടുംബം പ്രബലമായിരുന്ന കാലത്ത് ഒരു തെക്കുംകൂർ രാജാവ് മാസം തോറും ഭജനത്തിനായി തൃശ്ശിവപേരൂർ, ഇന്നത്തെ തൃശൂർ, വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക പതിവായിരുന്നു. വലിയൊരു ശിവഭക്തനായിരുന്ന തെക്കുംകൂർ രാജാവ് ഓരോ മാസത്തിന്റെ അവസാന ദിവസം വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി ഭജനമിരിക്കും. അടുത്ത മാസത്തിന്റെ ആദ്യ ദിവസവും ഭജനം തുടരും. 2 മാസത്തെ ഭജനം ഒറ്റയാത്ര കൊണ്ട് നടത്തിയിട്ട് കോട്ടയത്തേക്ക് മടങ്ങും. ഒരു വർഷത്തിൽ 6 തവണ കൊണ്ട് 12 മാസത്തെ ഭജനവും മുടങ്ങാതെ അദ്ദേഹം നടത്തിപ്പോന്നു. കോട്ടയത്ത് നിന്ന് വലിയ ദൂരമുള്ളതുകൊണ്ടും ഭരണ ചുമതലകൾ ധാരാളമുള്ളതിനാലും ആണ്ടിൽ 6 യാത്രകൾ കുറയ്ക്കാൻ ഇതുമൂലം അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ മുടക്കം കൂടാതെ വടക്കുംനാഥനെ ദർശിച്ചു വന്ന രാജാവിന് ക്രമേണ വാർദ്ധക്യവും അതുനിമിത്തം രോഗപീഠകളും ബാധിച്ചു. ഈശ്വരഭക്തനായി രാജാവിന് ശക്തിക്ഷയം സംഭവിച്ചതോടെ തൃശ്ശിവപേരൂർ വരെ യാത്ര ചെയ്യാൻ വയ്യെന്നായി. എന്നാൽ ഭജനം മുടക്കാൻ ധൈര്യമൊട്ടുമുണ്ടായതുമില്ല. അങ്ങനെയിരിക്കെ ഒരു മാസാവസാന ദിവസം തമ്പുരാൻ പരിവാരസമേതം തൃശ്ശിവപേരൂരെത്തി. വളരെ പ്രയാസപ്പെട്ട് കുളി കഴിഞ്ഞ് പരിവാരങ്ങളുടെ സഹായത്തോടെ അദ്ദേഹം വടക്കുംനാഥന്റെ തിരുനടയിൽ ചെന്ന് തൊഴുതു നിന്നു. ഭക്തവത്സലനായ ഭഗവാനെ, എന്റെ പതിവ് മുടങ്ങുമെന്നാണ് തോന്നുന്നത്. ഈ പതിവ് തെറ്റിച്ചിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ടെന്താ കഥ? അതെനിക്ക് സങ്കടമുള്ള കാര്യമാണ്. ഇവിടെ വന്ന് ദർശനം കഴിഞ്ഞു പോകാൻ എനിക്ക് ത്രാണിയില്ലാതായിരിക്കുന്നു. അതിനാൽ എത്രയും വേഗം എന്നെ അവിടുത്തെ തൃപ്പാതാരവിന്ദങ്ങളിൽ ചേർത്തുകൊള്ളണമേ. തെക്കുംകൂർ രാജാവ് കണ്ണീരോടെ നിന്നു പ്രാർത്ഥിച്ചു. അന്നു രാത്രി അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ആരോ അടുത്തു വന്നു നിൽക്കുന്നതായും എന്തോ പറയുന്നതായും രാജാവിന് തോന്നി. ഇനി എന്നെ കാണാനായി ഇങ്ങോട്ട് വന്നു ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ നക്കരക്കുന്നിൽ വന്നേക്കാം. എന്റെ പുരോഭാഗത്ത് വൃഷഭനും പിൻഭാഗത്ത് ഒരു വെളുത്ത ചിത്തിയും കാണപ്പെടും. ഇത്രയും തമ്പുരാൻ വ്യക്തമായി കേട്ടു. ഞെട്ടിയുണർന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടതുമില്ല. തന്റെ ദീനാവസ്ഥ മനസ്സിലാക്കിയ വടക്കുംനാഥൻ തന്നിൽ പ്രസാദിച്ചരുളി ചെയ്ത വാക്യങ്ങളാണ് താൻ കേട്ടതെന്നും അതൊരു വെറും തോന്നലല്ലെന്നും തമ്പുരാൻ വിശ്വസിച്ചു. പിന്നെ അദ്ദേഹം സുഖമായി കിടന്നുറങ്ങി. അടുത്ത ദിവസം ഭഗവത് ദർശനം പൂർത്തിയാക്കിയ രാജാവ് കോട്ടയത്തിനും പ്രാർത്ഥനകളും മറ്റു പതിവുകളും മടങ്ങി വൈക്കത്തെത്തിയപ്പോൾ പെരും തൃക്കോവിലപ്പനെ കൂടി തൊഴുതിട്ടു പോകാമെന്ന് തമ്പുരാൻ നിശ്ചയിച്ചു. അദ്ദേഹം വൈക്കത്ത് ക്ഷേത്രനടയിലെത്തി. തൊഴാനായി അമ്പലത്തിലെത്തിയപ്പോൾ ആകെ പരവശനായൊരു ബ്രാഹ്മണനെ അവിടെ കണ്ടു. മുടിയും താടിയും വളർത്തി രുദ്രാക്ഷമാലകളും ഭസ്മക്കുറികളും അണിഞ്ഞ് തികച്ചും ദീനനായി കാണപ്പെട്ട ഒരു മനുഷ്യൻ. രാജാവ് അയാളെക്കുറിച്ച് അന്വേഷിച്ചു. ഒരാൾ രാജാവിനെ വണങ്ങിയിട്ട് ബഹുമാനപൂർവ്വം പറഞ്ഞു, വൈക്കത്ത് തന്നെയുള്ള പേരേപ്പറമ്പ് ബമാറമ്പ് ഇല്ലത്തിലെ നമ്പൂതിരിയാണിദ്ദേഹം. ദാരിദ്ര്യ ദുഃഖത്താൽ തളർന്നുപോയ കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റേത്. അത് മാറിക്കിട്ടാനായി വൈക്കത്തപ്പനെ സേവിക്കുകയാണ്. ഒരു സംവത്സര വചനം പൂർത്തിയാക്കിയിട്ട് 3-4 ദിവസങ്ങളായി. അദ്ദേഹത്തിന് നിത്യവൃത്തിക്കു പോലും യാതൊരു മാർഗവുമില്ല. 4-5 പെൺകുട്ടികളുമുണ്ട്. എല്ലാം വേടി കഴിക്കേണ്ട പ്രായം കടന്നു നിൽക്കുകയാണ്. സഹായത്തിനാണെങ്കിൽ ഒരു മനുഷ്യരുമില്ല. ഇതെല്ലാം കേട്ടപ്പോൾ തമ്പുരാന് വല്ലാത്ത അനുകമ്പ തോന്നി. അദ്ദേഹം ദരിദ്രനായ പേരേപ്പറമ്പ് നമ്പൂതിരിയെ അടുത്തു വിളിച്ചു. എന്റെ കൂടെ പോരാമെങ്കിൽ 1-2 പെൺകുടയ്ക്കു വേണ്ടുന്ന വക ഉണ്ടാക്കി തന്നയിക്കാം. അതു കേട്ട് നമ്പൂതിരിയുടെ മുഖം തെളിഞ്ഞു. കൽപ്പന പോലെ ചെയ്യാം. പേരേപ്പറമ്പ് നമ്പൂതിരി സന്തുഷ്ടനായി പറഞ്ഞു. തമ്പുരാൻ ക്ഷേത്രദർശനം കഴിഞ്ഞു മടങ്ങിയപ്പോൾ നമ്പൂതിരിയും അദ്ദേഹത്തെ അനുഗമിച്ചു. രാജാവിന്റെ കൂടെ തളിയിൽ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന കാലത്ത് പേരേപ്പറമ്പ് നമ്പൂതിരി രാജാവിന്റെ അനുമതിയോടുകൂടി തിരുനക്കരയുള്ള സ്വാമിയാർ മഠത്തിലേക്ക് പോയി. സ്വാമിയാരോട് തന്റെ ദയനീയ സ്ഥിതി പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടായാലോ എന്നാണ് നമ്പൂതിരി കരുതിയത്. സ്വാമിയാർ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഏതായാലും ഉത്സവകാലം അടുത്തിരിക്കുന്നതിനാൽ നമ്പൂതിരി അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. വല്ലതും ചെറിയ തോതിൽ സഹായിക്കാമോ എന്ന് നോക്കട്ടെ, സ്വാമിയാർ പറഞ്ഞു. അതിനാൽ പേരേപ്പറമ്പ് നമ്പൂതിരി മഠത്തിൽ തന്നെ താമസിച്ചു. തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം
അക്കാലത്ത് വെറും കാടായിരുന്നു. നക്കരക്കുന്ന് എന്നാണ് ആ കാട്ടുപ്രദേശം അറിയപ്പെട്ടിരുന്നത്. സ്വാമിയാർ മഠത്തിന് സമീപമായിരുന്നു നക്കരക്കുന്ന്. സ്വാമിയാരുടെ ഭൃത്യന്മാർ നക്കരക്കുന്നിൽ ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കൃഷി ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. മഠത്തിലെ സദ്യകൾക്കും മറ്റും വേണ്ടിവരുന്ന കറികൾക്കാവശ്യമുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ അങ്ങനെ യഥേഷ്ടം ലഭ്യമായിരുന്നു. ഉത്സവം അവസാനിക്കുന്ന ദിവസം സ്വാമിയാർ മഠത്തിൽ ഒരു സദ്യ ഒരുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യത്തിലേക്കായി ഭൃത്യന്മാർ മൺവെട്ടിയും എടുത്ത് നക്കരക്കുന്നിലേക്ക് പോയി. അവർ ചേന കിളിച്ചെടുക്കാനായി മണ്ണിൽ വെട്ടിയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് രക്തപ്രവാഹമുണ്ടായി. അത് കണ്ട് വേലക്കാർ ഭയന്നുപോയി. അവർ ഓടിച്ചെന്ന് സ്വാമിയാരോട് വിവരം പറഞ്ഞു. സ്വാമിയാർ സ്ഥലത്തെത്തി മണ്ണ് മാറ്റിച്ചു നോക്കി. അവിടെ ഒരു ശിവലിംഗം മുളച്ചിരിക്കുന്നതായി കണ്ടു. ഇതുപോലെ സ്വയംഭൂവായ ബിംബങ്ങൾ കണ്ടാൽ ഉടനെ നിവേദ്യം കഴിപ്പിച്ചില്ലെങ്കിൽ അത് മറഞ്ഞു പോകുമെന്നാണ് ശാസ്ത്രം. അതറിയാമായിരുന്ന സ്വാമിയാർ വേഗം മഠത്തിൽ നിന്ന് ഉണക്കലരിയും പൂവും മറ്റു സാധനങ്ങളും വരുത്തി പേരേപ്പറമ്പ് നമ്പൂതിരിയെ കൊണ്ട് നിവേദ്യം വെപ്പിച്ച് ഉടനെ ഒരു പൂജയും നടത്തിച്ചു. അതിനുശേഷം വിവരങ്ങൾ ഓലയിലെഴുതി തെക്കുംകൂർ രാജാവിനെ അറിയിക്കാനായി ഒരാളെ അങ്ങോട്ടയച്ചു. സ്വാമിയാരുടെ ദൂതൻ കൊണ്ടുവന്നു കൊടുത്ത സന്ദേശം വായിച്ചറിഞ്ഞ രാജാവിന് തൃശ്ശിവപേരൂരിൽ വെച്ച് കണ്ട സ്വപ്നം ഫലിച്ചിരിക്കുകയാണെന്ന് ഉറപ്പായി. അദ്ദേഹത്തിനുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവതല്ലായിരുന്നു. അപ്പോൾ തന്നെ രാജാവ് നക്കരക്കുന്നിയിലെത്തി ശിവലിംഗത്തെ വണങ്ങി. തമ്പുരാൻ ശിവലിംഗവും അതിൻ്റെ മുൻവശത്തായി വൃഷഭവും പിൻവശത്ത് സ്വൽപ്പം വടക്കോട്ടുമാറി വായുകോണിലാക്കി ഒരു വെളുത്ത ചെത്തിയും മുളച്ചിരിക്കുന്നതായി കണ്ടു. വടക്കുംനാഥൻ അരുളി ചെയ്തതുപോലെ തന്നെ ഫലത്തിൽ കണ്ടതിനാൽ രാജാവിന് ആഹ്ലാദവും ഭക്തിയും വർദ്ധിച്ചു. ഭഗവത് സാന്നിധ്യത്താൽ നക്കര തിരുനക്കരയായി മാറി. രാജാവ് ഉടനെ തന്നെ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 4 ഗോപുരങ്ങളും മാളികയായിട്ടും കുത്തമ്പലം മുതലായവയും ഒക്കെ ഉൾപ്പെട്ട ഒരു വലിയ ക്ഷേത്രം തന്നെ അദ്ദേഹം അവിടെ പണിയിച്ചു. നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം തുടങ്ങിയവയ്ക്ക് വേണ്ടുന്ന വസ്തുവകകളും മറ്റും ദേവസ്വം വകയായി തിരിച്ചുവെച്ചു. അവിടെ ദിവസം തോറും 5 പൂജയും 3 ശീവേലിയും നവകം, പഞ്ചഗവ്യം തുടങ്ങിയവയും മുടങ്ങാതെ നടത്താൻ തീരുമാനിച്ചു. ആണ്ടിൽ 3 തവണയാണ് ഉത്സവങ്ങൾ നടത്തിവന്നത്. അങ്ങനെ തിരുനക്കര ക്ഷേത്രം പ്രസിദ്ധമായി. ശ്രീ പരമേശ്വരന്റെ ചൈതന്യം അവിടെ കളിയാടി. പേരേപ്പറമ്പ് നമ്പൂതിരിയെയാണ് ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായി രാജാവ് നിയമിച്ചത്. ചെങ്ങഴശ്ശേരി, പുന്നശ്ശേരി എന്നീ 2 ഇല്ലങ്ങളിലെ മൂത്തതന്മാരെ ദേവന്റെ പരിചാരക പ്രവൃത്തികൾക്കും സ്വാമിയാർ മഠത്തിലെ വേലക്കാരായിരുന്ന നെടുമങ്ങാടൻ, പാലക്കോടൻ എന്നിവരുടെ തറവാടുകൾക്ക് ക്ഷേത്രത്തിൽ നെല്ലുകുത്തും വിളക്കെടുപ്പും നടത്തുന്നതിനുള്ള അവകാശവും നൽകി അവരെ അതാത് തൊഴിലുകളിൽ രാജാവ് നിയമിച്ചു. ഇങ്ങനെയിരിക്കെ ആ നാട്ടുകാർക്ക് ഒരു ഉപദ്രവമുണ്ടായി തുടങ്ങി. തിരുനക്കരയിലും അടുത്ത പ്രദേശങ്ങളിലുമുള്ള എല്ലാ കൃഷിവകകളും രാത്രികാലങ്ങളിൽ ഒരു വെള്ള കാള വന്ന് വേലി പൊളിച്ച് തിന്നു നശിപ്പിക്കാൻ തുടങ്ങി. ഈ കാള ആരുടെയാണെന്നും എവിടെ നിന്നും വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നല്ല നിലാവുള്ള രാത്രിയിൽ ദൂരെ നിന്ന് നോക്കിയാൽ കാള വെന്ന് തിന്നുന്നത് കാണാം. ആളുകൾ അടുത്തു ചെല്ലുമ്പോഴേക്കും അവൻ എങ്ങനെയെങ്കിലും ചാടിപ്പോയി കളഞ്ഞു. കാളയുടെ ശല്യം ദിവസം പ്രതി കൂടി വരാൻ തുടങ്ങിയതോടെ നാട്ടുകാർ വല്ലാതെ വിഷമിച്ചു തുടങ്ങി. ഒരു ദിവസം രാത്രി തിരുനക്കരയ്ക്ക് അല്പം അകലെയുള്ള വേളൂർ എന്ന സ്ഥലത്തെ ഒരു കണ്ടത്ത് കൃഷിവകകൾക്ക് കാവൽ നിന്ന ഒരു പറയൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആ വെള്ളക്കാളയെ അടുത്തു കണ്ടു. കിട്ടിയ തക്കത്തിന് അവൻ കല്ലെടുത്ത് കാളയെ എറിയുകയും ഓടിക്കുകയും ചെയ്തു. ആ രാത്രിയിൽ തെക്കുംകൂർ രാജാവിന് ഒരു സ്വപ്നമുണ്ടായി. ഒരു വെള്ളക്കാള അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നു. അങ്ങ് ദേവന് വേണ്ടതെല്ലാം കൊടുത്തല്ലോ, എനിക്കെന്താണ് പതിവൊന്നും വയ്ക്കാത്തത്? ഞാൻ ആ ദേവന്റെ വാഹനമാണല്ലോ. ഞാനിപ്പോൾ കണ്ടവരുടെ വിളവ് കട്ടുതിന്ന് കാലം കഴിക്കുകയാണ്. അതിനാൽ എനിക്കൊരു പറയന്റെ കല്ലേറും കിട്ടി. ഇത് വലിയ സങ്കടം തന്നെ. രാജാവിന് ഈ സ്വപ്നം വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. അടുത്ത ദിവസം രാജാവ് പ്രശ്നം വെപ്പിച്ചു നോക്കി. പ്രശ്നത്തിൽ വെള്ളക്കാള തെളിഞ്ഞു വന്നു. സ്വപ്നത്തിൽ കണ്ടതും തിരുനക്കര മഹാദേവന്റെ കാളയാണെന്നും അതിനുകൂടി പതിവായി നിവേദ്യത്തിന് ഒരു വക വയ്ക്കേണ്ടതാണെന്നും പ്രശ്നത്തിൽ വിധിച്ചു.
പറയൻ വിഭാഗത്തിൽപ്പെട്ട ആൾ കാളയെ കല്ലെറിഞ്ഞത് വേളൂരെ ഏതു കണ്ടത്തിൽ വെച്ചാണോ ആ നിലം തന്നെ കാളയുടെ നിവേദ്യം വകയ്ക്കായി അദ്ദേഹം ദേവസ്വത്തിലേക്ക് വിട്ടുകൊടുത്തു. ആ നിലത്തിന് കാളകണ്ഠം എന്ന പേരും കിട്ടി. അതിനുശേഷം തെക്കുംകൂർ രാജാവ് തൃശ്ശിവപേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിട്ടില്ല. എല്ലാ മാസത്തെയും തിങ്കൾ ഭജനത്തിന് അദ്ദേഹം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ തന്നെയാണ് എഴുന്നള്ളിയത്. ഭക്തിപൂർവം മഹാദേവനെ തൊഴുത് പ്രദക്ഷിണം വച്ച് സായുജ്യമടഞ്ഞ രാജാവ് അധികം വൈകാതെ തീപ്പെടുകയും ചെയ്തു. തിരുനക്കര ദേവന്റെ ചൈതന്യവും പ്രസിദ്ധിയും അസാധാരണമാം വിധം വർദ്ധിക്കുകയാൽ ഭക്തജനങ്ങളുടെ പ്രവാഹം തന്നെ ക്ഷേത്രത്തിലേക്കുണ്ടായി. നടവരവും വർദ്ധിച്ചു. വഴിപാടുകൾക്ക് അവസാനമില്ലാതായി. ദിവസം തോറും പൂജകളും നിവേദ്യവുമൊക്കെ ക്രമത്തിൽ കൂടിയതോടെ ശാന്തിക്ക് താൻ മാത്രം പോരെന്നും പേരേപ്പറമ്പ് നമ്പൂതിരിക്ക് ബോധ്യമായി. തിരുനക്കരയ്ക്കടുത്തുള്ള മാങ്ങാനം ദേശത്തെ മടിപ്പള്ളി ഇല്ലത്തിൽ നിന്ന് ഒരു നമ്പൂതിരിയെ കീഴ്ശാന്തിയായി നിയമിപ്പിച്ചു. അവർ രണ്ടുപേരും കൂടി ശാന്തി നടത്തി ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോന്നു. പേരേപ്പറമ്പ് നമ്പൂതിരിയുടെ സമ്പാദ്യം വർദ്ധിക്കുകയും ദാരിദ്ര്യം പൂർണ്ണമായും വിട്ടകലുകയും ചെയ്തു. ക്രമേണ അദ്ദേഹം ധനനായി തീർന്നു. പുത്രിമാരുടെ വേളിയൊക്കെ ഭംഗിയായി നടത്താൻ നമ്പൂതിരിക്ക് കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്പൂതിരി പ്രായാധിക്യത്താൽ ശാന്തിപ്പണി മടിപ്പള്ളി നമ്പൂതിരിയെ ഏൽപ്പിച്ചിട്ട് വൈക്കത്തേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇല്ലത്തു നിന്നൊരാൾ മാസത്തിലൊരിക്കൽ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് ഒരു ദിവസം പന്തീരടി പൂജ കഴിക്കുക പതിവാക്കി. മടിപ്പള്ളി നമ്പൂതിരി ശാന്തിക്കാരനായിരുന്ന കാലത്ത് മുൻപതിവ് പോലെ ശീവേലിക്കെഴുന്നള്ളിക്കുന്നത് മൂത്തതന്മാരായിരുന്നു. ഒരു മൂത്തത് ക്ഷമയർഹിക്കാത്ത എന്തോ തെറ്റു ചെയ്തതിൽ കോപം പൂണ്ട് രാജാവ് അയാളെ വെടിവെച്ചു കൊല്ലാൻ കൽപ്പിച്ചു. രാജഭടന്മാർ മൂത്തതാണെന്ന് തെറ്റിദ്ധരിച്ച് വെടിവെച്ചു കൊന്നത് ശാന്തിക്കാരനായ മടിപ്പള്ളി നമ്പൂതിരിയായിരുന്നു. ആ ദുഃഖം താങ്ങാനാവാതെ മടിപ്പള്ളിയുടെ അന്തർജനം ക്ഷേത്രനടയിലെത്തി ആത്മഹത്യ ചെയ്തു. അതോടെ ആ നമ്പൂതിരിയുടെ ഇല്ലം അന്യം നിന്നുപോയി. അന്നു മുതൽ തിരുനക്കര മതിൽക്കകത്ത് അന്തർജനം കടന്നുപോകരുതെന്നും മൂത്തതന്മാർ എഴുന്നള്ളിച്ചുകൂടെന്നും രാജാവ് വിധിച്ചു. തിരുനക്കര ദേവനും കാളയും ഇന്നും ഭക്തന്മാർക്ക് ആശ്രയം തന്നെയാണ്.